സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ജൂൺ മുതൽ ജൂലൈ 18 വരെ രജിസ്റ്റർ ചെയ്തത് 804 കേസുകൾ. MDMA മുതൽ ബ്രൗൺ ഷുഗർ വിൽപ്പന വരെയുള്ള കേസുകളിലായി ദിനംപ്രതി 57 പ്രതികൾ വരെ ജില്ലയിൽ പിടിയിലായിട്ടുണ്ട്. ജൂൺ മാസം മുതൽ തൂഫാൻ പദ്ധതി വഴി ഡെൻസാഫും പോലീസും തൂക്കിയത് 828 പേരെയാണ്. ജൂൺ 1 മുതൽ ജൂലൈ 18 വരെ കോഴിക്കോട് ജില്ലയിൽ മാത്രം 804 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു ദിവസം 56 കേസുകളും 57-ലധികം പ്രതികൾ വരെ പിടിയിലായിട്ടുണ്ട്. MDMA, കഞ്ചാവ് ചെടികൾ, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ഈ കാലയളവിൽ പിടികൂടിയത്. ജൂലൈ 18 വരെയുള്ള കണക്ക് പ്രകാരം 573 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 17 കിലോയിലധികം കഞ്ചാവും 27.91 ഗ്രാം ബ്രൗൺ ഷുഗർ, 4 ഗഞ്ച പ്ലാൻ എന്നിവയാണ് ഈ കാലയളവിൽ പിടികൂടിയത്. ഇതര സംസ്ഥാനത്ത് നിന്നുൾപ്പെടെയുള്ള ലഹരി ഒഴുക്ക് തടയാൻ പഴുതടച്ച സംവിധാനമാണ് തൂഫാന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പറഞ്ഞു. ഇതര സംസ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് പ്രത്യേകിച്ച് നർക്കോട്ടിക് ഡ്രഗുകൾ വരുന്നത് ചില നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ചില പട്ടണങ്ങളിൽ നിന്നാണ്, നഗരങ്ങളിൽ നിന്നാണ്. അവിടത്തേക്ക് നമ്മൾ അന്വേഷണം പോയിട്ടുണ്ട്. ചില കേസുകൾ പിടിക്കാനും പറ്റിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഇതിൻ്റെ സോഴ്സിലേക്കാണ്. ഇവിടേക്ക് വരുന്ന ആളുകളെ മാത്രം പിടിക്കാനല്ല, അവർക്കുള്ള സോഴ്സിലേക്കും കൂടിയാണ് നോക്കുന്നത്. ഉപയോഗിക്കുന്നവരിൽ നിന്നും അവരിൽ നിന്നും ഞങ്ങൾ നോക്കുന്നത് അവരുടെ സോഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത ആരാണ്. ഈ രീതിയിൽ തന്നെയാണ് അതിന് അന്വേഷണം നടത്തുന്നത്. വലിയ രീതിയിൽ ഇതിൻ്റെ വരവ് കോഴിക്കോട് നഗരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡാൻസാഫും മറ്റുദ്യോഗസ്ഥരും, നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കേസുകൾ പിടിക്കാൻ വരുന്നത്. അത് പരസ്യമായിട്ടൊക്കെ ഉള്ളത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 100% ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതല്ല, വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യാനക്കലിലെ ജിം കേന്ദ്രീകരിച്ച് നടന്ന ലഹരി ഇടപാടിൽ 3 പ്രതികളെയാണ് പിടികൂടിയത്. ഈ ലഹരി ഇടപാട് ജിമ്മുകളെയും മറ്റു ഫിറ്റ്നസ് സെന്ററുകളെയും സംശയത്തിന്റെ മറയിലാക്കിയിരുന്നു. ഇതിനിടെ പാളയത്ത് 38-കാരന്റെ കൊലപാതകത്തിന് പിന്നിൽ ലഹരി മാഫിയ എന്ന കുടുംബത്തിന്റെ ആരോപണം ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.